വൈഭവ് സൂര്യവംശിയുടെ ദുലീപ് ട്രോഫിയിലെ അരങ്ങേറ്റ മത്സരത്തിലെ കിടിലൻ പ്രകടനം കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് നിരാശ. വന്നതുപോലെ താരം കളം വിട്ടതാണ് ആരാധകരെ നിരാശപ്പെടുത്തിയത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം തകർത്തടിക്കുന്ന വൈഭവ് ഇന്ത്യക്കായി സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇതോടെ വൈഭവിനെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് വിളിക്കണമെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈഭവിന് ദുലീപ് ട്രോഫിയിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമടക്കം നൽകിയത്. പക്ഷേ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിക്കാതെയാണ് വൈഭവ് മടങ്ങിയത്. T20 ശൈലിയിൽ വെടിക്കെട്ട് നടത്താനാണ് വൈഭവ് ശ്രമിച്ചത്. 6 പന്തുകൾ നേരിട്ട് 8 റൺസ് നേടിയാണ് വൈഭവിൻ്റെ മടക്കം. 2 ബൗണ്ടറികൾ നേടിയ വൈഭവിനെ വിശ്വർജിത് കൗന്തോജം ആണ് പുറത്താക്കിയത്. വലിയ സ്കോറിലേക്ക് എത്തുമെന്ന് കരുതിയ തുടക്കമായിരുന്നെങ്കിലും നിരാശപ്പെടുത്തിയാണ് വൈഭവ് പുറത്തായത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വൈഭവിന് ദുലീപ് ട്രോഫി നിർണായകമായിരുന്നു. കിടിലൻ പ്രകടനത്തോടെ വൈഭവിന് ദുലീപ് ട്രോഫിയിൽ ശോഭിക്കാനായാൽ അത് താരത്തിൻ്റെ T20 സീറ്റിനെ കാര്യമായി സ്വാധീനിക്കുമായിരുന്നു. ഇന്ത്യയുടെ T20 ടീമിൻ്റെ ഓപ്പണർ സ്ഥാനം ഉറപ്പിക്കാനും വരുന്ന ഏഷ്യൻ ഗെയിംസിൽ ഓപ്പണർ സ്ഥാനം ലഭിക്കാനും കളിക്കുന്ന മത്സരങ്ങളെല്ലാം വൈഭവിന് കരുത്ത് കാട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇതിന് വൈഭവിന് സാധിക്കാതെ പോയാൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ട് ഓപ്പണിങ്ങിൽ തുടരുമെന്ന കാര്യം ഉറപ്പാണ്. ദുലീപ് ട്രോഫിയിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലൂടെ വൈഭവിന് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈസ്റ്റ് സോണിനായി കളിക്കുന്ന വൈഭവ് അഭിമന്യു ഈശ്വറിനൊപ്പമാണ് ഓപ്പണിങ്ങിലേക്ക് എത്തിയത്. 15 റൺസാണ് അഭിമന്യുവിന് നേടാനായത്. 1-ാം വിക്കറ്റിൽ 12 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇവർക്ക് സൃഷ്ടിക്കാനായത്. ഇഷാൻ കിഷനാണ് ഈസ്റ്റ് സോണിൻ്റെ ക്യാപ്റ്റൻ. ഇഷാൻ ടെസ്റ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനം സ്വപ്നം കാണുന്ന താരവുമാണ്. ഈ റോളിലേക്ക് എത്താൻ ദുലീപ് ട്രോഫിയിലടക്കം ഇഷാൻ മികച്ച പ്രകടനം നടത്തേണ്ടതായിട്ടുമുണ്ട്. അതേസമയം വൈഭവിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല. പരിമിത ഓവറുകളിലെ പോലെ കടന്നാക്രമണം ടെസ്റ്റിൽ അത്ര എളുപ്പവുമല്ല. വീരേന്ദർ സെവാഗ്, ബ്രയാൻ ലാറ തുടങ്ങിയ പല താരങ്ങളും ആക്രമണോത്സവ ശൈലിയിൽ ടെസ്റ്റ് കളിച്ച് വലിയ കരിയർ ഉണ്ടാക്കിയവരാണ്. എന്നാൽ വൈഭവിന് നിലവിൽ വൈസ് ബോളിൽ അനുഭവ സമ്പത്ത് കുറവുണ്ട്. 15-കാരനായ താരത്തിന് മികച്ചൊരു ടെസ്റ്റ് താരമാകാൻ സാങ്കേതികമായ മികവിനൊപ്പം ക്ഷമയും അത്യാവശ്യമാണ്. പ്രായത്തിൻ്റെതായ പക്വതക്കുറവ് വൈഭവിനുണ്ട് താനും. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിക്ക് ടെസ്റ്റ് ടീമിലേക്ക് എത്താൻ അല്പം കൂടി സമയം അത്യാവശ്യമാണ്. ദുലീപ് ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും അടക്കം കളിച്ച് മികവ് കാട്ടി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വളരാൻ വൈഭവിന് സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. വൈഭവിൻ്റെ ടെസ്റ്റ് ഭാവിയെക്കുറിച്ച് പ്രതികരിച്ച് രാഹുൽ ദ്രാവിഡ് രംഗത്തെത്തിയിരുന്നു. എല്ലായ്പ്പോഴും ഒരു താരത്തിന് സന്തുലിതാവസ്ഥ വേണം. IPL-ലൂടെ ഇന്ത്യക്കൊപ്പം വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ വൈഭവിന് അവസരം ലഭിച്ചതിനെ മഹത്തായ കാര്യമായാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതോടൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ റെഡ് ബോൾ ക്രിക്കറ്റ് കളിച്ച് കരിയറും വളർത്തണം. എല്ലാവരും കാത്തിരിക്കുന്നത് വൈഭവ് ടെസ്റ്റിൽ എങ്ങനെ അതിജീവിക്കും എന്ന് അറിയാനാണ്. വൈഭവ് ടെസ്റ്റിൽ വളരുന്ന കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നുമുണ്ട്. അവനെപ്പോലെ 3 ഫോർമാറ്റും കളിക്കാൻ സാധിക്കുന്ന താരങ്ങളെ നമുക്ക് അത്യാവശ്യവുമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അല്പം സമയം ആവശ്യമാണ്. താരത്തിന് കുറച്ച് അനുഭവസമ്പത്ത് ആവശ്യവുമാണ്. ഇപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ വൈഭവിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിച്ച് അത്രയും റെഡ് ബോൾ അദ്ദേഹം കളിച്ചിട്ടുമില്ല. താരത്തിന് 15 വയസ്സ് മാത്രമാണ് പ്രായം. ഈ സാഹചര്യത്തിൽ കൂടുതൽ സമയം അനുവദിക്കുകയും ക്ഷമ കാട്ടുകയും ചെയ്യണം. തുടക്കത്തിലെ വിജയമായിരുന്നു വൈഭവിൻ്റേത്. എന്നാൽ ഇനി ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. ESPN ക്രിക്കറ്റ് ഫോയിൽ സംസാരിക്കവേ ദ്രാവിഡ് പറഞ്ഞു. വൈഭവ് സൂര്യവംശി 15-ാം വയസ്സിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന താരമാണ്. IPL-ലും ഇന്ത്യൻ കുപ്പായത്തിലും 15-കാരൻ അത് തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ ശരിയായ പരീക്ഷണങ്ങൾ ഇനിയാണ് താരത്തെ കാത്തിരിക്കുന്നത്. ടെസ്റ്റിൽ കരിയർ സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമല്ല. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ താരത്തിന് ഇന്ത്യൻ സാഹചര്യത്തിൽ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിലെ പേസ് പിച്ചിലെ പ്രകടനം എല്ലാവരും കണ്ടതാണ്. ഇപ്പോഴിതാ അമിത സമ്മർദ്ദം യുവതാരത്തിന് നൽകാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ദുലീപ് ട്രോഫിയിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനമടക്കം വൈഭവിന് നൽകിയിരിക്കുകയുമാണ്.